നിങ്ങൾ ആലോചിച്ചൊക്കെ മക്ബറകളിലേക്ക്, മക്കാമുകളിലേക്ക്, ബിംബങ്ങളുടെ അരികിലേക്ക് ഒക്കെ ചെന്നുകൊണ്ട് തങ്ങളുടെ പ്രയാസങ്ങളും ദുരിതങ്ങളൊക്കെ പറയുന്ന ആളുകളോട് വിശുദ്ധ ഖുർആൻ നേർക്ക് നേരെ ചോദിക്കുകയാണ്. സൂറത്ത് സുമറിലെ 38-ാമത്തെ വചനം, ഖുൽ, അല്ലാഹുവിന്റെ റസൂലെ അവരോട് പറയുക, അഫറഅയ്തും മാ തദ്ഊൻ, നിങ്ങൾ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതായ വസ്തുക്കളെ, ആളുകളെ, മഹാന്മാരെ ഒക്കെ നിങ്ങൾ കണ്ടുവോ? മിൻ ദൂനില്ല, അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾ ചോദിക്കുന്നവരായ ഈ മഹാന്മാരും മക്കാമുകളും മക്ബറകളൊക്കെ നിങ്ങൾ കണ്ടുവോ? ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ ഹൽ ഹുന്ന കാശിഫാതു ദുർരി, അള്ളാഹു എനിക്കൊരു പ്രയാസം നിർണയിച്ചാൽ ആ പ്രയാസങ്ങളെ നീക്കിത്തരാൻ ഇവർക്ക് കഴിവുണ്ടോ? ഔ അറാദനി ബിറഹ്മത്തിൻ ഹൽ ഹുന്ന മുംസികാതു റഹ്മതി, അല്ലെങ്കിൽ അള്ളാഹു എനിക്കൊരു അനുഗ്രഹം തരണമെന്ന് നിശ്ചയിച്ചാൽ ആ അനുഗ്രഹങ്ങളെ എന്നിൽ നിന്നും തട്ടിമാറ്റാൻ, എടുത്തു കളയാൻ പ്രാപ്തിയുള്ളവരാണോ അവർ? ആണെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ അത് കുഫ്റും ശിർക്കുമാണ് എന്ന് തർക്കമില്ല. ഇനി അല്ല എന്നാണ് നിങ്ങളുടെ മറുപടി. ഖുൽ ഹസ്ബി അല്ലാഹ്, എങ്കിൽ മനസ്സിലാക്കുക, അള്ളാഹുവിന്റെ റസൂൽ പറയും, ഹസ്ബി അല്ലാഹ്, എനിക്ക് അള്ളാഹു മതി, എനിക്ക് അള്ളാഹു മതി. അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, ഭരമേൽപ്പിക്കുന്നവർ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു കൊള്ളട്ടെ. സുബ്ഹാനല്ലാഹ്, എത്ര കൃത്യമാണ്.